Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നവംബർ 29-30 ഡിസംബർ 1 തീയതികളിലായി ആനമങ്ങാട് വെച്ച് നടക്കും. 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 150 പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1-ന് 5000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുന്ന സമാപന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നവംബർ 29-30 ഡിസംബർ 1 തീയതികളിലായി ആനമങ്ങാടാണ് നടക്കുന്നത്. കൊടിമര ജാഥ ഏലംകുളത്ത് T. ഉസൻകുട്ടിയുടെ വസതിയിൽ നിന്ന് ആരംഭിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. രമേശനാണ് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. VP മുഹമ്മദ് ഹനീഫ ക്യാപ്റ്റൻ, KP മൊയ്തീൻകുട്ടി വൈസ് ക്യാപ്റ്റൻ, S. ശ്രീരാജ് മാനേജർ എന്നിവർ നയിക്കുന്ന ജാഥ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരും. V. രാജേന്ദ്രന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ CITU സംസ്ഥാന സെക്രട്ടറി ധന്യ ആബിദ് ഉദ്ഘാടനം ചെയ്യും. P. ഗോവിന്ദപ്രസാദ് ക്യാപ്റ്റൻ, MM മുസ്തഫ വൈസ് ക്യാപ്റ്റൻ, PP സത്യനാരായണൻ മാനേജർ എന്നിവർ നയിക്കുന്ന പതാക ജാഥ സമ്മേളന നഗരിയിൽ സമാപിക്കും. ദീപശിഖ ജാഥ നയിക്കുന്നത് MK ശ്രീധരൻ മാസ്റ്റർ, A. നസീറ, P. ഷാജി എന്നിവരാണ്. KT നാരായണൻ മാസ്റ്ററുടെ വസതിയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ ജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാർ ഉദ്ഘാടനം ചെയ്യും. കൊടിമര പതാക ദീപശിഖ ജാഥകൾ നവംബർ 29-ന് ആനമങ്ങാട് AUP സ്കൂളിൽ വൈകിട്ട് 6 മണിക്ക് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ പതാക ഉയർത്തുന്നതോടെയാണ് ഏരിയ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. നവംബർ 29-30 തീയതികളിലായി ആനമങ്ങാട് കസർതാജ് കൺവെൻഷൻ സെന്ററിൽ സീതാറാം യെച്ചൂരി നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും. 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് 3120 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നാളെയും മറ്റന്നാളും ഡിസംബർ 1 ചേരാൻ പോവുകയാണ്. നവംബർ 29, 30 ഡിസംബർ 1 തീയതികൾ. ഇത്തവണ ആനമങ്ങാട് വെച്ചിട്ടാണ് സമ്മേളനം ചേരുന്നത്. അപ്പോൾ ആനമങ്ങാട് വളരെ നേരത്തെ തന്നെ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി EV ശങ്കരനാരായണൻ ചെയർമാനും അജയൻ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൽ ആനമങ്ങാട് UP സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് 1-ാം തീയതി 4 മണിക്ക് പൊതുസമ്മേളനം നടക്കുക. ആ പൊതുസമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക പാർട്ടിയുടെ പഴയ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് രാജേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് നാളെ വൈകുന്നേരം 4 മണിക്ക് പുറപ്പെടും. അതുപോലെ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള ദീപശിഖ പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന സഖാവ് KT നാരായണൻ മാഷ് പാതായ്ക്കര അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് നാളെ പുറപ്പെടും. അതുപോലെ കൊടിമരം ഏലംകുളത്ത് സഖാവ് ഉസ്സൻകുട്ടി അദ്ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 3 ജാഥകളും നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ആനമങ്ങാട് UP സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുചേരും. അവിടെ സ്വാസംഘം ചെയർമാൻ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിൻ്റെ നടപടികൾ ആരംഭിക്കും. CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ P. ശ്രീരാമകൃഷ്ണൻ, V. ശശികുമാർ, E. ജയൻ, V. രമേശൻ, PK അബ്ദുള്ള നവാസ് എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. ഡിസംബർ 1-ന് വൈകിട്ട് 4 മണിക്ക് എടത്തറയിൽ നിന്നും റെഡ് വാളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. ആനമങ്ങാട് AUP സ്കൂളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 5000 പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം ഗോവിന്ദപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം പ്രസാദ്, സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.